അമേരിക്കയിലെ ലൂസിയാനയിലെ സ്ലോട്ടർ ടൗൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു കഥ നടക്കുന്നത്. അത് അത്ര വലിയ പോപ്പുലേഷൻ ഒന്നുള്ള ഒരു ടൗൺ ആയിരുന്നില്ല, ഒരു ചെറിയ ടൗൺ ആയിരുന്നു. അവിടെയായിരുന്നു 65 വയസ്സുള്ള ക്ലേ ഫിഷറും ആളുടെ ഭാര്യയായിട്ടുള്ള 64 വയസ്സുകാരി ഷീല ഫ്ലെച്ചറും താമസിച്ചിരുന്നത്. അവരുടെ ഒരു മകളായിരുന്നു 36 വയസ്സുള്ള ലേസി ഫ്ലെച്ചർ. പിന്നെ ഫ്ലെച്ചർ ഫാമിലിയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് അറിയുന്നൊരു ഫാമിലിയാണ്, വെൽ നോൺ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. കാരണം ഈ ഒരു എന്താ പറയുക, ലേസിയുടെ അമ്മയായിട്ടുള്ള ഷീല ഫ്ലെച്ചർ അവിടുത്തെ വൈസ് മേയറൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ അച്ഛനും അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള പൊസിഷനിലും മറ്റൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ അവിടെ എല്ലാവർക്കും അറിയായിരുന്നു. അങ്ങനെ 2021 ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഷീല ക്ലേ ദമ്പതികൾ ഒരു ചെറിയ ട്രിപ്പ് പോവാണ്. അപ്പോൾ വീട്ടിൽ ഈ ഒരു ലേസി ഫ്ലെച്ചർ ഒച്ചക്കായിരുന്നു ഉണ്ടായിരുന്നത്. അവരങ്ങനെ ട്രിപ്പൊക്കെ പോയി ന്യൂ ഇയർ കഴിഞ്ഞിട്ടായിരുന്നു തിരിച്ചെത്തിയത്. കൃത്യമായി പറഞ്ഞാൽ ന്യൂ ഇയർ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ജാനുവരി 3, 2022 അവർ തിരിച്ചെത്തിയത്. തിരിച്ച് വീട്ടിലെത്തി വീട് തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. അവരുടെ മകള് ലേസി ഫ്ലെച്ചർ ഒറ്റക്കാക്കിയിട്ടായിരുന്നല്ലോ അവർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാഴ്ച കണ്ട് അവർ നേരെ 911 കോൾ ചെയ്യുകയായിരുന്നു. ഉടനെ തന്നെ പോലീസുകാരും അതുപോലെ തന്നെ മെഡിക്കൽ ടീമും ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയാണ്. പോലീസുകാരും മറ്റും സ്ഥലത്തോടെത്തി ഫ്ലെച്ചർ ദമ്പതികളോട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ചോദിച്ചു. എന്നാൽ അവർ രണ്ടുപേരും ഒന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പോലീസുകാർ വീടിനകത്ത് കയറിയപ്പോൾ വല്ലാത്ത രീതിയിലുള്ളൊരു ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന്. അതായത് ആ ഒരു സീൻ കണ്ട പോലീസുകാർ പറയുന്നത് അവരുടെ ജീവിതത്തിൽ അതുപോലത്തെ ഒരു സീൻ അവർ കണ്ടിട്ടില്ല, അത്രത്തോളം ട്രൊമാറ്റിക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതെന്നാണ് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ എന്താ പറയുക മെഡിക്കൽ ഉദ്യോഗസ്ഥരും പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. ചില ഓഫീസേഴ്സിനും അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷണൽസിനും ഒരാഴ്ചയോളം എന്താ പറയുക മര്യാദക്ക് ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ലേസി ഫ്ലെച്ചറിന് എന്താണ് സംഭവിച്ചത്, അതുപോലെ തന്നെ ആ ഒരു വീട്ടിൽ എന്തൊക്കെയാണ് നടന്നിരുന്നത്, അതേപോലെ പോലീസുകാർ എങ്ങനെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. പോലീസുകാരങ്ങനെ ഒരു കണക്കിന് അകത്തോട്ട് കയറി. ഒരു മുറിയിൽ നിന്നായിരുന്നു ഇത്തരത്തിലുള്ള സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അവർ ആ ഒരു മുറിയിൽ കയറിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഭീകരമായ കാഴ്ച കണ്ടത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ളൊരു സോഫയിൽ ഒരു ബോഡി കിടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ബോഡി ആ ഒരു സോഫയുമായിട്ട് ഇങ്ങനെ അലിഞ്ഞ് ചേർന്നിട്ട് അങ്ങനെ ഇറ്റ് വീഴുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ബോഡിയിൽ നിന്ന് എന്താ പറയുക പുഴുക്കളും മറ്റുമൊക്കെ വരുന്നുണ്ടായിരുന്നു. അതായത് വല്ലാത്ത ഒരു കണ്ടീഷനായിരുന്നു. അതുപോലെ വല്ലാത്തൊരു സ്മെല്ലും അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, ക്ലേ ഷീല ദമ്പതികളുടെ മകളായിട്ടുള്ള ലേസി ഫ്ലെച്ചർ തന്നെയായിരുന്നു. അപ്പോൾ ഇവരുടെ ദേഹത്ത് മുഴുവൻ പുണ്ണുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫുള്ള് പുഴുക്കളും മറ്റുമൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതുവരെ അവർ കാണാത്തത്ര ആ ഒരു ലെവലിലായിരുന്നു ആ ഒരു ബോഡി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ മലമൂത്ര വിസർജ്യങ്ങളും ആ ഒരു മുറിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ത്രീ അവിടെ കിടന്ന് തന്നെയായിരുന്നു തൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചിരുന്നത് എന്നുള്ളതും പോലീസിന് അപ്പോൾ മനസ്സിലാവുകയാണ്. പോലീസുകാരെങ്ങനെ ആ ഒരു ബോഡി അവിടെ നിന്ന് റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയാണ്. അത് പരിശോധിച്ച് അത് ഓട്ടോപ്സി ചെയ്ത ഡോക്ടേഴ്സും മറ്റും പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് എഴുതിയിട്ടേ ഇല്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ത്രീയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ലേസി ഫ്ലെച്ചറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 12 വർഷത്തോളം അവർ ആ ഒരു എന്താ പറയുക ആ സോഫയിൽ നിന്ന് അനങ്ങിയിട്ടുണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളതായിരുന്നു അതിലത്തെ ഒരു കണ്ടെത്തൽ. അതുപോലെ ഭക്ഷണങ്ങളും മറ്റും ഒന്നും തന്നെ അവർക്ക് വേണ്ടത്ര രീതിയിൽ കിട്ടിയിരുന്നില്ല എന്നുള്ളതും, അതുപോലെ അവരുടെ വയറ്റിൽ ഫുൾ അൾസർ ഉണ്ടായിരുന്നു. പിന്നെ ഈ പുണ്ണുകളും മറ്റും വന്നു. പിന്നെ എന്താ പറയുക മര്യാദക്ക് ക്ലീൻ ചെയ്യാത്തത് കൊണ്ടും ഒരേ പൊസിഷനിൽ കിടക്കുന്നത് കൊണ്ടും തന്നെ അവർ ജീവനുള്ള ടൈമിൽ തന്നെ അവരുടെ ദേഹത്ത് ഇതേപോലെ തന്നെ പുഴുക്കളും മറ്റും വന്നിരുന്നുവെന്നും, എന്നിട്ടും ഇതൊന്നും ആരും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു പുഴു അവരെ എന്താ പറയുക ഒരുപാട് എന്താ പറയുക എല്ല് വരെ എത്തിയിട്ടുള്ളൊരു സിറ്റുവേഷനിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നതാണ് പറയുന്നത്. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത്രത്തോളം വേദന തിന്ന് നരകയാതന അനുഭവിച്ചിട്ടായിരുന്നു ലേസി ഫ്ലെച്ചർ മരിച്ചത്. അപ്പോൾ പോലീസുകാർ എന്തുകൊണ്ടാണ് ഈ ഒരു 12 വർഷമായിട്ട് ആ ഒരു സ്ത്രീ അവിടെ നിന്ന് അനങ്ങാതിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയായിരുന്നു. ഈ ലേസി ഫ്ലെച്ചറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അസുഖം വന്നതാണ്. അതായത് അവർ ഓട്ടിസ്റ്റിക് ആയിരുന്നു. പിന്നീട് ചെറുപ്പത്തിലെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അസുഖം വരികയാണ്. പിന്നീട് അവരുടെ ബോഡി ഇങ്ങനെ പാരലൈസ് ആവുകയാണ്. ലാസ്റ്റ് ടൈമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കണ്ണ് മാത്രം അനക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ തൻ്റെ സ്വന്തം മകളുടെ അടുത്ത് ഇങ്ങനെ ചെയ്തിട്ട് അതായത് ഈ ക്ലേയും അതേപോലെ തന്നെ ഷീലയും ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരുടെ ക്ഷേമവും മറ്റും അന്വേഷിക്കുക എന്നുള്ളതായിരുന്നു. അതായത് അവർ നാട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ടവരായിരുന്നു, പലർക്കും പല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളുകളായിരുന്നു. എന്നാലും സ്വന്തം വീട്ടിൽ അവർ
എന്താ പറയുക തൻ്റെ സ്വന്തം മകളെ നെഗ്ലക്റ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. പോലീസുകാരായും തന്നെ അവരോട് ചോദിച്ചപ്പോൾ ആ ഒരു സോഫയിൽ കിടക്കാനായിരുന്നു അവൾക്ക് ഇഷ്ടം. അവിടെയായിരുന്നു ഞങ്ങൾ ഫുഡും മറ്റും കൊണ്ടുവച്ച് കൊടുത്തിരുന്നത്. പിന്നെ അതേപോലെ തന്നെ വേറെ ആരും കാണുന്നത് അവൾക്ക് ഇഷ്ടമായിരുന്നില്ല. അതേപോലെ തന്നെ പോലീസുകാർ നോക്കുമ്പോൾ ഈ മകൾ മരിച്ചതിൻ്റെ വിഷമോ കാര്യങ്ങളോ ഒന്നും തന്നെ അവരുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോലീസിന് ആദ്യം തന്നെ ഇവരുടെ മേലൊരു സംശയം തോന്നുകയുണ്ടായി. സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ലേസി ഫ്ലെച്ചറിന് ഇതേപോലെ തന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും തുടങ്ങിയത്. അവർക്കിങ്ങനെ വയ്യായും കാര്യങ്ങളൊക്കെ തുടങ്ങി. അതിനുശേഷം അവർ സ്കൂൾ നിർത്തിയിട്ട് ഹോം സ്കൂളിങ് ചെയ്യുകയായിരുന്നു. പിന്നീട് പല ഡോക്ടേഴ്സിനെയും മറ്റൊക്കെ കണ്ടു. എന്നാൽ അവരുടെ കണ്ടീഷനിൽ വലിയ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ എന്താ പറയുക പാരലൈസ് ആവുന്ന ഒരു സ്റ്റേറ്റിലോട്ട് കാര്യങ്ങൾ എത്തുകയായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10, 12, 13 വർഷങ്ങൾക്ക് മുൻപ് ഇവർ അവരുടെ മകളെ നോക്കുന്നത് അങ്ങോട്ട് നിർത്തി. അതായത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നതും ആ പെൺകുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നതും എല്ലാം തന്നെ അവർ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ലേസി ഫ്ലെച്ചറെ കുറിച്ച് ഇങ്ങേറ്റ് ഇവരുടെ റിലേറ്റീവ്സ് ചോദിക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവളകത്തുണ്ട്, കാണാൻ താല്പര്യമില്ല, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. നെയ്ബേഴ്സ് ചോദിക്കുകയെന്നുണ്ടെങ്കിലും ലേസി അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അങ്ങനെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നൈസായിട്ട് ആ ഒരു കോൺവെർസേഷനിൽ നിന്ന് ഇവർ രണ്ടുപേരും ഒഴിവാകുകയായിരുന്നു. പിന്നെ ഇവരാരും വലിയ കാര്യമായിട്ട് സംശയിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവരവരെ മക്കളെ നോക്കുന്നുണ്ടാവും എന്നുള്ളതായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. ഇവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾ ആ റൂമിലുണ്ട്, അവിടെ നിന്ന് പുറത്തിറങ്ങാറില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ബാക്കി നൈബേഴ്സിനെയും അതുപോലെ തന്നെ റിലേറ്റീവ്സിനെയും എല്ലാവരെയും കൺവിൻസ് ചെയ്യായിരുന്നു. അതായത് ആ ഒരു വീട്ടിൽ നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി കിടന്നിരുന്ന മുറിയുടെ കോലം മാത്രമായിരുന്നു അത്രത്തോളം എന്താ പറയുക വൃത്തിഹീനവും അതേപോലെ തന്നെ വല്ലാത്തൊരു സിറ്റുവേഷനിലും ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള വീട് മുഴുവൻ അവർ മര്യാദക്ക് വൃത്തിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. പിന്നെ പോലീസുകാർ ചോദിച്ചപ്പോൾ ഇവർ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പറഞ്ഞത്. അതായത് ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു സോഫയിൽ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ടാണ് അവിടെ തന്നെ ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോവാറുള്ളത്. പിന്നെ എന്താ പറയുക അവരുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ടവലും അവിടെ കൊണ്ട് വെക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ മര്യാദക്ക് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ അവിടെ നിന്ന് ഇണങ്ങാനായിട്ട് ആ ഒരു പെൺകുട്ടിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവിടെ നിന്ന് മാറ്റാത്തതെന്നും പിന്നെ ആരുടെയും പ്രസൻസ് ആ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ആരെ വിസിറ്റ് ചെയ്യാൻ അനുവദിക്കാത്തത്, തങ്ങളും അങ്ങോട്ട് പോകാത്തത്. എല്ലാം ഓക്കെ ആയിരിക്കുമെന്നാണ് തങ്ങൾ വിചാരിച്ചിരുന്നത്. അങ്ങനെയായിരുന്നു ഈ ഒരു പാരൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ഇവർ ഇതാദ്യമായിട്ടൊന്നുമല്ല, പലതവണയും ആ ഒരു പെൺകുട്ടിയെ അവിടെ ഫുഡും മര്യാദക്കും ഒന്നും കൊടുക്കാതെ അടച്ചിട്ടിട്ട് ഇവർ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ട്രിപ്പ് പോയി വന്നപ്പോഴാണ് ആ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്ന കാര്യം അവരറിഞ്ഞതും അതുപോലെ തന്നെ അവർ 911 ബന്ധപ്പെട്ടതും. ഇവർ രണ്ടുപേരും പറഞ്ഞതുപോലെ തന്നെ ആ പെൺകുട്ടിക്ക് ഫുഡും കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 40 കിലോ 46 കിലോയുടെ അടുത്തായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ തൂക്കം ഉണ്ടായിരുന്നത്. പോഷകാഹാരക്കുറവും അതേപോലെ തന്നെ ആഹാരത്തിനുള്ള കുറവുകൾ കാര്യങ്ങളെല്ലാം ആ ബോഡിയിലുണ്ടായിരുന്നു. ഒരുപാട് അൾസറൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഫുഡും വെള്ളവും പോലും മര്യാദക്ക് ആ ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഡോക്ടേഴ്സും മറ്റുമൊക്കെ പറഞ്ഞത്. അതായത് ആ ലേസി ഫ്ലെച്ചർ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അവർ മര്യാദക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഒരു ബാത്റൂം ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തിന് ആ പെൺകുട്ടിയുടെ ബോഡി പോലും അവർ ക്ലീൻ ചെയ്തു പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അനങ്ങാൻ പറ്റാത്തൊരു കുട്ടിയല്ലേ, അതുകൊണ്ട് ആ പെൺകുട്ടി അവിടെ തന്നെ മലമൂത്ര വിസർജനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി. പിന്നീട് ദേഹത്ത് പുഴുവരിക്കാൻ തുടങ്ങി. ആ ഒരു സമയത്ത് വരെ ഈ ഒരു പാരൻസ് ആ പെൺകുട്ടിയെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നരകയാതന അനുഭവിച്ചിട്ടായിരുന്നു ആ ഒരു പെൺകുട്ടി മരിച്ചത്. ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോവും. അങ്ങനെ ഒരു ട്രിപ്പ് പോയി വന്നപ്പോഴാണ് മകൾ മരിച്ച കാര്യം അറിഞ്ഞത്. പോലീസുകാർ പറയുന്നത് ഇവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവരെല്ലാ കാര്യവും നല്ല രീതിയിൽ ചെയ്തതായിട്ട് തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പോലീസുകാരുടെ അടുത്ത് പറയുന്നത്. അതായത് അവർക്ക് യാതൊരു ഗിൽറ്റ് ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിലാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. പിന്നെ ലേസി ഫ്ലെച്ചറെ പരിശോധിച്ച ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പല വർഷങ്ങളായിട്ട് ലേസി ഫ്ലെച്ചറിനെ ഇവർ എന്താ പറയുക ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നും അതേപോലെ തന്നെ സ്ഥിരമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നുവെന്നും ഡോക്ടേഴ്സും ഈ പോലീസിൻ്റെ അടുത്ത് പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് ആ ഒരു പാരൻസ് ആ കുട്ടി അങ്ങനെ ഉപേക്ഷിച്ചത്, ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്ത് വെറുതെ അങ്ങനെ ഒരു മുറിയിൽ അങ്ങനെ ഇട്ട് കൊല്ലാക്കൊല ചെയ്ത് കൊന്നത് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം തന്നെ കിട്ടിയിട്ടില്ല. അതായത് അവരുടെ ആ ഒരു മൈൻഡ് സെറ്റിൽ അവരങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തോ ഒരു മൈൻഡ് സെറ്റാണെന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ പോലും കിട്ടില്ല. അങ്ങനെ ഇവരെ കോടതിയിൽ ഹാജരാക്കുകയാണ്. കോടതി ഇവർക്ക് രണ്ടുപേർക്കും 40 വർഷത്തെ തടവ് ശിക്ഷയായിരുന്നു വിധിച്ചത്. അതിനുശേഷം ഇവർ എന്താ പറയുക മേൽക്കോടതിയിൽ അപ്പീൽ ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇവരുടെ 40 വർഷത്തെ ശിക്ഷ ഇളവ് ചെയ്ത് 20 വർഷമാക്കി കൊടുക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരും ജയിലിലാണ്. അപ്പോൾ ലേസർ ഫ്ലെച്ചറിൻ്റെ കേസിനെ കുറിച്ചിട്ട് ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലെച്ചർ ദമ്പതികളെ കുറിച്ചിട്ട് നിങ്ങൾ എന്താണ് കരുതുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.